ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ആരാണോ അല്ലാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചത് അവന്റെ മരണം ആസന്നമാകുന്ന സമയത്ത് മാലാഖമാർ ആകാശ ലോകത്തു നിന്നിറങ്ങി വരികയാണ്. അവനോട് പറയുകയാണ്, നീ ദുഃഖിക്കരുതേ, നീ പ്രയാസപ്പെടരുതേ, നിനക്ക് സഹായികളായി ഞങ്ങളുണ്ട്, നിന്റെ മിത്രങ്ങളായി ഞങ്ങളുണ്ട്. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നീ ദുഃഖിക്കുകയോ പ്രയാസപ്പെടുകയോ വേണ്ട. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഈ ഭൗതികമായ ലോകത്തും ഖബറിലും ആഖിറത്തിലുമെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ സഹായിയായി കൂട്ടരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടതേ ഇല്ല. ഇതൊക്കെ നല്ല മരണത്തിന്റെ അടയാളമാണ്. അങ്ങനെ മലക്കളോ നമ്മളോട് പറയും, മലക്കളോ നമ്മളോട് പറയും. അതാണ് സൂറത്തുൽ ഫജ്റിന്റെ ലാസ്റ്റ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ ഒരു സത്യവിശ്വാസിക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാ. എന്റെ പൊന്നു പെങ്ങളെ, റാബിയത്തുൽ അദവിയ, നഫീസത്തുൽ മിസ്രിയ, മഹദിയായ ആസിയ, മഹദിയായ മാഷിത റളിയല്ലാഹു തആല അൻഹുന്ന, ഇവരെ എല്ലാവരുടെയും മരണം എത്രയോ സുന്ദരമായ മരണമായിരുന്നില്ലേ? അവരെ സ്വർഗത്തിലേക്ക് മലക്കുകൾ വന്ന് മാടി വിളിച്ചില്ലേ? അവർ പുഞ്ചിരിയോടെ ചിരിച്ചുകൊണ്ട് ആ മരണം ഏറ്റുവാങ്ങിയില്ലേ? എന്റെ പൊന്ന് ആസിയ, എന്റെ പൊന്ന് മാഷിത, എന്റെ പൊന്ന് ഫാത്തിമ, എത്രയോ ഇതേപോലുള്ള പേരുകളുള്ള സഹോദരിമാർ ഈ സദസ്സിലില്ലേ? പെങ്ങളെ, നമുക്കും അതേപോലെ മരിക്കണ്ടേ? ആ മരണം നമ്മൾ ഏറ്റുവാങ്ങേണ്ടേ? അതേപോലെ മരിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചാൽ ഒരിക്കലും നശിക്കാത്ത ആ സ്വർഗത്തിന്റെ ലോകം നമുക്ക് വേണ്ടി അല്ലാഹു എഴുതി തരില്ലേ? മഹദിയായ ആസിയ റളിയല്ലാഹു തആല അൻഹ, എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങളെ പോലെ ഒരു മഹദിയാണ്, ഒരു സഹോദരിയാണ്. ഞാനാണ് റബ്ബെന്ന് വാദിച്ച ഫറോവയുടെ കോട്ടകൊത്തളത്തിൽ വസിച്ചവളാണ്. ആ ഫറോവയുടെ ഭാര്യയാണ്, സഹധർമ്മിണിയാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ രഹസ്യമായി വിശ്വസിച്ചിരുന്ന ഏകനായ റബ്ബിൽ വിശ്വാസമർപ്പിച്ച മഹദിയായ ആസിയ, ആസിയ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിനെ വിശ്വസിച്ചവളായിരുന്നു. നാനാ ഭാഗത്തും ശത്രുക്കളാണ്, നാല് ഭാഗത്തും എതിരാളികളാണ്, നാല് ഭാഗത്തും പ്രതിയോഗികളാണ്. ആരും സഹായിക്കാനില്ല, ആരും രക്ഷപ്പെടുത്താനില്ല. അങ്ങനെയുള്ള ആ ഫറോവയുടെ കോട്ടകൊത്തളത്തിൽ താമസിച്ച മഹദിയായ ആസിയ അല്ലാഹുവിന്റെ റസൂലിനെ, മൂസാ നബിയെ രഹസ്യത്തിൽ വിശ്വസിച്ചു. അങ്ങനെ ആസിയ ബീവിയുടെ കയ്യിൽ നിന്ന് ഒരു ചീർപ്പ് താഴേക്ക് വീണപ്പോ അല്ലാഹ് എന്ന പേര് ചൊല്ലി അത് എടുക്കാൻ ശ്രമിച്ചപ്പോ ആ കോട്ടയ്ക്കുള്ളിൽ നിന്ന് ഭൃത്യന്മാരാരോ കേട്ടുകൊണ്ട് ഫറോവയുടെ അരികിൽ പോയിട്ട് പറയുകയായി, അല്ല മഹാനവർകളെ, അല്ല യജമാനനെ, അവിടുത്തെ സഹധർമ്മിണി അങ്ങേ അല്ലാതെ മറ്റേതോ ഒരു ശക്തിയെ വിശ്വസിച്ചിരിക്കുകയാ. ബഹുമാനപ്പെട്ട ആസിയ ബീവിയുടെ അരികിലേക്ക് ഫറോവ കടന്നു വരികയാണ്. ഫറോവ ചോദിക്കുകയാണ്, ആസിയ, നീ മതം മാറിയോ ആസിയ? ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ ആസിയ? ഞാനല്ലാതെ ഒരു റബ്ബുണ്ടോ ആസിയ?
ഉടനെ മഹദിയായ ആസിയ ബീവി സകല പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് എല്ലാ ഭയങ്ങളെയും മറികടന്നുകൊണ്ട് മഹദിയായ ആസിയ ബീവി പറഞ്ഞില്ലേ റബ്ബി വറബ്ബുക വറബ്ബുൻ നാസി അല്ലാഹ് ഫറോവ നീയല്ലടാ റബ്ബ് ഞാനല്ല റബ്ബ് എന്റെയും നിന്റെയും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംഹരിക്കുന്ന സംഹാര കർത്താവായ അല്ലാഹ് അവൻ ഒരുവനാണ് അവനെ ഞാൻ വിശ്വസിക്കുകയാണ്. ആസിയ ബീവി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. നമ്മുടെ സഹോദരിമാർക്ക് പറയാൻ പറ്റും. അപ്പോഴത്തെ അക്രമം തുടങ്ങി, കുന്തം കൊണ്ട് കുത്താൻ തുടങ്ങി. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയെ മരുഭൂമിയിൽ പരസ്യമായിട്ട് കൊണ്ട് മലർത്തി കിടത്തി, വസ്ത്രം അഴിച്ചു മാറ്റി. അർദ്ധനഗ്നയായ ആസിയ ബീവിയുടെ നെഞ്ചിലേക്ക് പാറക്കല്ലുകൾ എടുത്തു വെച്ചു. ആസിയ ബീവിയോട് പറഞ്ഞു, നീ മാറ്, ഞാനാണ് റബ്ബെന്ന് പറ. ആസിയ ബീവി പറയുകയാണ്, ഇല്ല, എന്നെ തുണ്ടം തുണ്ടമായി നീ മുറിച്ചാലും എന്നെ ഉരിച്ചു കളഞ്ഞാലും തകർത്ത് കളഞ്ഞാലും റബ്ബി വറബ്ബുക അല്ലാഹ് എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹു മാത്രമാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ശരീരത്തിലേക്ക് വലിയ വലിയ വിഷം ചീറ്റുന്ന സർപ്പങ്ങളെ, കിങ് കോബ്രകളെ ആസിയ ബീവിയുടെ ശരീരത്തിലേക്ക് ഫറോവ വിന്യസിക്കുകയാണ്. ആസിയ ബീവി റളിയല്ലാഹു തആല ആകാശ ലോകത്തേക്ക് നോക്കുകയാണ്. ഈ പൂച്ചക്കാട്ടിരിക്കുന്ന പൊന്നു പെങ്ങളെ, നിങ്ങളെ പോലെ ഒരു പെണ്ണായിരുന്നു, നിങ്ങളെ പോലുള്ള അങ്കലാവണ്യമുള്ള ഒരു പെണ്ണാണ്. പക്ഷേ ഈമാൻ അല്പം കൂടിപ്പോയി. അതിന്റെ പേരിൽ എത്ര വലിയ പീഡനങ്ങൾ കടന്നു വന്നിട്ടോ ആസിയ ബീവി തെല്ല് കുലുങ്ങിയതേയില്ല. അല്ലാഹുവിന്റെ മുന്നിൽ ആസിയ ബീവി തന്റെ ഓരോ വേദനകളെയും നിരത്തി വെച്ചില്ലേ. ആസിയ ബീവി അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഫറോവയുടെ അക്രമത്തെ കുറിച്ച് പരാതിപ്പെട്ടില്ലേ. ഭൗതികമായ ലോകത്ത് നമുക്കൊരു വേദനയോ ഒരു പ്രയാസങ്ങളോ വന്നാൽ നമ്മൾ ആരോടാണ് പറയേണ്ടത്? റബ്ബേ, നിന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആസിയ ബീവി പറയുകയാണ്, റബ്ബി ബിനിലി ഇൻദക ബൈതാ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔൻ വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ലോകത്തിന്റെ മുന്നിൽ ഒരിക്കലും അസ്തമിച്ചു പോകാത്ത ചരിത്രമാണ് ആസിയ ബീവിയുടെ ശരീരമാസകലം കുന്തം കൊണ്ട് കീറി മുറിക്കുകയാണ്. വലിയ വിഷസർപ്പങ്ങളെ വിന്യസിക്കുമ്പോ, വലിയ വലിയ പാറക്കല്ലുകൾ എടുത്തു വെക്കുമ്പോ, ആസിയ ബീവിയുടെ ശരീരമാസകലം പൊള്ളലേൽപ്പിക്കുമ്പോ ആകാശ ലോകത്തേക്ക് നോക്കി ആസിയ ബീവി വിളിച്ചു പറയുകയാണ്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, ഈ കൊടും ക്രൂരകൃത്യത്തിന് ഞാൻ വിധേയാകുന്നത് നിന്റെ ദർബാറിൽ എനിക്കൊരു സ്വർഗം നൽകണേ അല്ലാഹ്, എനിക്കൊരു സ്വർഗം നൽകണേ അല്ലാഹ്, എനിക്കൊരു സ്വർഗം നൽകണേ അല്ലാഹ്. അതിനാണ് ഞാൻ ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് റബ്ബേ. ഈ നശ്വരമായ നൈമിഷികമായ ക്ഷണികമായ ഭൗതികമായ ലോകം എനിക്ക് വേണ്ട പടച്ചവനെ, അതിനെ ഞാൻ പുച്ഛിച്ചു തള്ളുന്നു അല്ലാഹ്. എനിക്ക് കാലവും നഷ്ടപ്പെടാത്ത അനന്തമായ നിന്റെ സ്വർഗത്തിന്റെ ആരാമങ്ങൾ എനിക്ക് വേണ്ടി തുറക്കണേ നാഥാ. ആ പീഡനങ്ങൾക്കിടയിലും ആസിയ ബീവി ദുആ ചെയ്യുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, അലല്ലതുൽ മലായിക. ആസിയ ബീവിക്ക് അല്ലാഹു തആല അവന്റെ മലക്കുകളെ കൊണ്ട് മേഘമിട്ട് കൊടുത്തു അത്രേ. ആസിയ ബീവിയുടെ മീതെ വലിയ ഒരു മേഘം അല്ലാഹു ഇട്ട് കൊടുക്കുകയാണ്. ആസിയ ബീവി അതേ കിടപ്പിൽ കിടന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കുകയാണ്. ഫളഹിഖത്ത്, ആസിയ ബീവി ചിരിക്കുകയാണ്. ഫറോവ ഇത് കണ്ടിട്ട് ചോദിക്കുകയാണ്, ഏ ആസിയ, ഇന്നാ നുഅദ്ദിബുകി, ഞങ്ങൾ നിന്നെ വേദനിപ്പിക്കുമ്പോ നീ ചിരിക്കുകയാണ്. നീ മജ്നൂനാണോ, നീ ഭ്രാന്തിയാണോ ആസിയ? നിന്നെ
ഞങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കുമ്പോ നീ പുഞ്ചിരിക്കുകയല്ലേ ആസിയ? അതാണ് ഔലിയാക്കൾ, അതാണ് ആരിഫീങ്ങൾ, അതാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അല്ലാഹുവിന്റെ ഇഷ്ടദാസിമാർ. അവർക്ക് ഈ ഭൗതികമായ ലോകത്തിന്റെ വേദന അവർക്കൊരു പ്രശ്നമേ അല്ല. എന്താണ് ആസിയ ചിരിക്കാനുള്ള കാരണം? ആസിയ ബീവി ദുആ ചെയ്തില്ലേ, റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ എനിക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, സ്വർഗ്ഗലോകത്തൊരു ഭവനം നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട മാലാഖമാർ ആസിയ ബീവിക്ക് ആ സ്വർഗ്ഗത്തിന്റെ വീട് അവളുടെ മുന്നിൽ കൊണ്ട് കാണിക്കുകയാണ്. അന്തരീക്ഷത്തിൽ ആ കൊട്ടാരം ആസിയ ബീവി കാണുകയാ. അത് കണ്ടിട്ട് ആസിയ ബീവി ചിരിക്കുകയാ, ഫറോവ പൊട്ടിത്തെറിക്കുകയാണ്. അതേ അവസ്ഥയിൽ മരിച്ചില്ലേ, സ്വർഗ്ഗം കണ്ട് മരിച്ചില്ലേ, ചിരിച്ചുകൊണ്ട് മരിച്ചില്ലേ. ആസിയ ബീവിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, അതാണ് നല്ല മരണം. അങ്ങനെ മരിക്കണം. അല്ലാഹ്ക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും, എന്ത് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും ആകാശത്തിലേക്ക് നോക്കിയിട്ട് പറയണം, റബ്ബിനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അല്ലാഹുവേ ഈ അതിക്രമകാരികളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞാൻ ഈ അനുഭവിക്കുന്ന പീഡനങ്ങൾ നിന്റെ സ്വർഗ്ഗം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹ് എന്ന് ദുആ ചെയ്യണം. അപ്പൊ അല്ലാഹുവിന്റെ ഭാഗത്തുള്ള സഹായം നിങ്ങൾക്ക് ഇറങ്ങും. നമുക്കിന്ന് പേടിയാണല്ലോ. ഭൗതികതയോടാണ് ഇഷ്ടം, പാട്ടിനോടാണ് ഇഷ്ടം, കൂത്തിനോടാണ് ഇഷ്ടം, ഡാൻസിനോടാണ് ഇഷ്ടം. ഒരു ഹദീസ് കേട്ടോ, നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ആരെങ്കിലും മൻ ജലസ ഇലാ ഖൈനത്തിൻ യസ്മഉ സൗതഹാ സുബ്ബ ഫീ ഉദ്നി അൽ ആനികു യൗമൽ ഖിയാമ. വാദ്യോപകരണങ്ങളും ഗാനമേളകളുടെയും മ്യൂസിക്കിന്റെയും സദസ്സിൽ ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ പോയിരുന്ന് അത് കേട്ട് ആസ്വദിച്ച് നിങ്ങളും ആടിയാൽ സുബ്ബ ഫീ ഉദ്നിഹി അൽ ആനികു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അവരുടെ കാതുകളിൽ ഈയം ഉരുക്കി ഒഴിക്കപ്പെടുമത്രേ. പാട്ടൊക്കെ പാടുമ്പോ, ഡാൻസ് ആടുമ്പോ, ചില ആളുകൾ പാട്ട് പാടുമ്പോ ഡാൻസ് ആടാറില്ല. സ്കൂളിലൊക്കെ കുട്ടികളെ എക്സ്കർഷന് വിടുമ്പോ, സ്കൂളിലെ കുട്ടികൾ എക്സ്കർഷനൊക്കെ പോകുമ്പോൾ ഭയങ്കര ഡാൻസ് ആണ്. ആ വണ്ടി കിടന്നിട്ട് ഇങ്ങനെ ആടുകയാണ്. എന്തായിരിക്കും വണ്ടിക്കകത്ത് ഭയങ്കര എന്താട് ആടുന്നത്? എന്തുകൊണ്ടാണ് അറിയോ? നമ്മളൊക്കെ ദുബായിലൊക്കെ പോകുമ്പോ നമ്മൾ കണ്ടില്ല സഹോദരിമാര് താത്താമാരൊക്കെ ഇശൽ നൈറ്റിന്റെ ഫ്രണ്ടില് നല്ല നല്ല താടിയെ നല്ല നിഖാബൊക്കെ ഇട്ടിട്ട് താത്താമാര് നല്ല ഭവ്യതയോടുകൂടി ആട്ടിയിട്ടിരിക്കുന്ന കാണല്ലോ. അവരൊക്കെ പാട്ട് പാടുന്നതനുസരിച്ച് ഓരോ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് പാടുമ്പോ അത് കേട്ടിട്ട് നമ്മളും ഇങ്ങനെ കൊണ്ടാടും. പിന്നെ നമ്മുടെ ചെറുക്കാരെല്ലാരും ഇറങ്ങിയിട്ട് ഇങ്ങനെ ഭയങ്കര എല്ലാം നമ്മുടെ കാക്കാമാര്. എന്താ ഇങ്ങനെ ആടുന്ന കാരണം പറയട്ടെ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ റഫഅ അഹദുൻ സൗതഹു ബിഗനാ ഇല്ലാ ബഅസല്ലാഹു ഇലൈഹി ശൈത്താനൈൻ യജ്ലിസാനിഹി അലാ മൻകിബൈഹി വയദ്രിബാനി ബിഅഖാബിഹിമാ വയദ്രിബാനി ബിഅഖാബിഹിമാ അലാ സദ്രിഹി ഹത്താ ആഖിറം കൊതിക്കുന്നവരെ സ്വർഗ്ഗലോകത്തിന്റെ അന്തമുയർത്തിയാൽ ഇല്ലാ ബഅസല്ലാഹു ഇലൈഹി ശൈത്താനൈൻ. ആ പാട്ട് കേൾക്കുന്നവർക്കിടയിലേക്ക് രണ്ട് പിശാചിനെ അല്ലാഹു ഇറക്കുമത്രേ. ആ പാട്ട് പാടുന്നവരിലേക്ക് അല്ലാഹു രണ്ട് പിശാചിനെ ഇറക്കുമത്രേ. ഒരു പിശാച് അവന്റെ വലത് തോളിൽ ഇരിക്കും, മറ്റൊരു പിശാച് അവന്റെ ഇടത് തോളിലും ഇരിക്കുകയും യദ്രിബാനി അലാ ബിഅഖാബിഹിമാ അലാ സദ്രിഹി. ആ പിശാചിന്റെ കാലുകൊണ്ട് ഇവന്റെ പാട്ടിന്റെ
പാട്ടിന്റെയും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും താളം ചവിട്ടലിന് ഉത്ബോൽബലകമായി ആ പിശാച് അവനെ ചവിട്ടിക്കൊണ്ടിരിക്കുമത്രേ. ആ ചവിട്ട് കിട്ടുമ്പോഴാണ് ഈ പാട്ടിന്റെ ഇശൽ നിലാവിന്റെ ഗാനമേള സദസ്സിൽ കിടന്നുകൊണ്ട് ആണും പെണ്ണും ഒരുമിച്ച് കൂത്താടുന്നത്. അവരെ പ്രചോദനം, അവർക്ക് പ്രോത്സാഹനം പിശാചാണ്, പിശാചാണ്, പിശാചാണ്. നബിയുനാ റസൂലുള്ളാഹി പിശാചാണ്. ഇതിന് പ്രോത്സാഹനം കൊടുക്കുന്ന പിശാച് ഇങ്ങനെ ചവിട്ടി ചവിട്ടി ചവിട്ടിരിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ ചവിട്ട് ഭയങ്കര പാട്ട് നിൽക്കുമ്പോ പിശാചിന്റെ ചവിട്ടും നിൽക്കും. പാട്ട് അപ്പൊ ഇതാരാ ഇതിനാല് പോകുന്നത്? ശൈത്താനല്ലേ, ശൈത്താനല്ലേ. ഒരു അതിഥിനെ കേട്ടോ, ആ സദസ്സിലിരുന്ന് മരിക്കുന്നവരുടെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ മാത വഇൻദഹു ജാരിയത്തുൻ മുഗന്നിയ ഫലാ തുസല്ലു അലൈഹി. ഗായികമാരും ഗായകന്മാരും ഇരിക്കുന്ന സദസ്സിൽ, അവർ പാടുന്ന സദസ്സിൽ, ആ സംഗീത സന്ധ്യയിൽ വെച്ച് ആരെങ്കിലും മരണപ്പെട്ടാൽ ഫലാ തുസല്ലു അലൈഹി, അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കരുതേ, അവർക്ക് വേണ്ടി ദുആ ചെയ്യരുതേ. അല്ലാഹുവിന്റെ വാക്കാട്ടോ. കല്യാണ വീട്ടിലൊക്കെ പാട്ട് വെച്ചോട്, പിഴപ്പി മുഴുവൻ പേരെ പിഴപ്പിക്ക് ഇച്ചാ നല്ല പിഴപ്പിക്ക്. ഈ ഉമ്മത്ത് മൊത്തം നശിക്കാനും ഈ ഉമ്മത്ത് മുഴുവൻ നരകത്തിലേക്ക് പോകാനുള്ള വഴി കല്യാണത്തിലൂടെ ഇച്ഛാമാര് കാണിച്ചു കൊടുക്കുന്നു, പണം ചെലവാക്കി. അതിനനുസരിച്ച് അവർക്ക് നാളെ ഉണ്ടാവില്ല. ആ സദസ്സിലെങ്ങാണ് വെച്ച് ആരെങ്കിലും മരിച്ചാൽ അവന്റെ മേൽ മയ്യത്ത് പോലും നിസ്കരിക്കരുത്. നബിയുനാ റസൂലുള്ളാഹി ലുഇനൽ മുഗന്നി വൽ മുഗന്ന വൽ മുഗന്നി ലഹു വൽ മുഗന്ന ലഹു. പാട്ട് പാടുന്നവനെയും പാടിക്കുന്നവനെയും അല്ലാഹു ശപിച്ചു. നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഈ വെസ്റ്റേൺ മ്യൂസിക് അടിച്ചിട്ട് പാടുന്ന പാട്ടാണ്. അതല്ലാതെ ഒരാൾ പാട്ട് പാടുന്നതിനോട് കുഴപ്പമില്ല. പാട്ട് പാടുന്നത് ദഫടിച്ച് പാടുന്ന പ്രശ്നമില്ല. ഭയങ്കരമായിട്ട് മ്യൂസിക് അടിച്ചിട്ട് ആകെ അടങ്ങറായിട്ടൊരു പാട്ട്, ചാട്ടം, കൂത്ത്, പെണ്ണുങ്ങളൊക്കെ കയറി കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ കൈക്ക് പിടിച്ചിട്ട് അവളുടെ നെഞ്ചിൽ പിടിച്ചിട്ട് അവളുടെ കൗത്തിൽ പിടിച്ചിട്ട് വയറ്റിൽ പിടിച്ചിട്ട് പൊക്കളിൽ പിടിച്ചിട്ട് ആട്ടത്തോടാട്ടല്ല അങ്ങോട്ട് സാരിയിൽ പിടിച്ചിട്ട് പാവാടയിൽ പിടിച്ചിട്ട് ആരാന്നൊന്നുമില്ല. ആ സമയത്ത് ലൈറ്റെങ്ങാനും അണഞ്ഞാൽ തീർന്ന്. ആ സമയത്ത് പവർ കട്ടാവാൻ വേണ്ടി ദ്വാരുന്നോണ്ടിരിക്കും. അവിടെ ഈ അതീതവായത്തിൽ എന്ത് വില? ആ കിട്ടിയ ചാൻസ് ആരെങ്കിലും കളയോ? ചെറുപ്പക്കാര് ഉസ്താദ് നിങ്ങൾക്ക് ആ ചാൻസ് കിട്ടിയ നിങ്ങൾ കളയോ? നിങ്ങൾക്കൊന്നും അറിയില്ല. തെറ്റുകളിലേക്ക് വീണു പോകും എല്ലാവരും, ശരി തന്നെയാണ്. പക്ഷെ അല്ലാഹു തആല അതിൽ തൗബ ചെയ്യാൻ നമ്മൾ മരിച്ചു പോകുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ പോക്ക് മോശമാവും. അതാ പറഞ്ഞത്, അന്ത്യം മോശമാവും. ആസിയ ബീവി കണ്ടില്ലേ മരിച്ചത്? മാഷിത്ത ബീവി അതേപോലെ മരിച്ചത്. വലിയ കിടങ്ങുണ്ടാക്കിയിട്ട് അതിലേക്ക് ഇറക്കി കത്തിച്ച് തീ കത്തിച്ച് അതിലേക്ക് തള്ളിയിടുമ്പോഴും മാഷിത്ത ബീവി കുലുങ്ങിയില്ല. മരിക്കാൻ ഞാൻ തയ്യാറാണ്, അള്ളാഹ്ക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതൊരു പെണ്ണാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ ആലോചിച്ച് നോക്ക്. അവർ എത്ര വലിയ മഹദിമാരാ, എത്ര വലിയ മഹദിമാരാ. മരിച്ചു പോകേണ്ടവരല്ലേ. ഇനിയെങ്കിലും നമുക്ക് കുറച്ച് ആഡംബരങ്ങളും കളിയും ചിരിയൊക്കെ കുറച്ചുകൂടെ. വൈദാ തുത്ല അലൈഹി ആയാതുനാ. പരിശുദ്ധ ഖുർആൻ ഒന്നും കേൾക്കാൻ ഇഷ്ടമില്ല. അതാണ് അടുത്ത ആയത്ത് കണ്ടോളി. പരിശുദ്ധ ഖുർആൻ ഒന്നും കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. എപ്പോഴും നമ്മുടെ ചെവിക്കുള്ളിൽ നമ്മൾ മൊബൈലിൽ നിന്ന് സാധനം തിരികെ കയറ്റി വെച്ചിട്ട് നല്ല ഇങ്ങനെ ഇരുന്ന് കുലുങ്ങുന്നതാണ്. എന്നാലും ഖുർആൻ ഒന്നും ഇങ്ങനെ കുലുങ്ങൂലല്ലോ. യാത്ര ചെയ്യുമ്പോൾ, വണ്ടിയിലൊക്കെ പോകുമ്പോൾ, ബൈക്കിൽ പോകുമ്പോൾ, പുറക്കൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ടൈം പാസിന് വേണ്ടി ഇങ്ങനെ കുലുങ്ങുന്നതാണ്. കുലുങ്ങുമ്പോൾ തന്നെ ഖുർആൻ ഓതുമ്പോൾ കുലുങ്ങും ഇല്ല. ഖുർആൻ ആരും കേൾക്കാറുമില്ല. വഇദാ തുത്ല അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറാ കഅല്ലം യസ്മഅഹാ. പരിശുദ്ധമായ ഖുർആൻ ഓതപ്പെടുന്ന മജ്ലിസിൽ ഖുർആൻ ഈ ഉമ്മത്തിനോടൊന്ന് ഓതിക്കൊടുത്താൽ ഈ ഖുർആൻ കേൾക്കാൻ ഈ സമുദായത്തിന് ഇഷ്ടമേ ഇല്ല. വല്ലാ മുദ്ബിറാ. ഈ ഖുർആൻ കേൾക്കുമ്പോൾ മുതുക് തിരിഞ്ഞ് അവനോട് മാത്രേ കഅല്ലം യസ്മഅഹാ. ഇങ്ങനെ ഒരായത്തെ
തിരിഞ്ഞോട്ടം. നബിയേ നബിയേ, ആ തിരിഞ്ഞോടുന്നവനുണ്ടല്ലോ, ഖുർആനിനോട് ഇഷ്ടമില്ലാതെ, ഖുർആൻ കേൾക്കാൻ ആഗ്രഹമില്ലാതെ, ഖുർആനിന്റെ പ്രഭാഷണം കേൾക്കാൻ ഇഷ്ടമില്ലാതെ, തൃപ്തിയില്ലാതെ ഓടുന്നവനോട് ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അവനൊരു സന്തോഷ വാർത്ത അറിയിക്കണേ. വേദനയേറിയ നാണം കെട്ട ശിക്ഷയാ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന ഒരു സന്തോഷ വർത്തമാനം പറയണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കേൾക്കാൻ തൗഫീഖ് തരട്ടെ. ഖുർആൻ കേൾക്കാൻ തൗഫീഖ്, നല്ല ഖുർആൻ ഇങ്ങനെ കേൾക്കണം. ഖുർആൻ കേൾക്കുമ്പോൾ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ അവിടെ ഇടി കിട്ടി. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ. ഹുസൈൻ ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്ന ഇബ്ന ആദമ ഇദാ കാന ഫീ ആഖിരി യൗമിൻ മിൻ അയ്യാമിദ് ദുനിയാ വ അവ്വലി യൗമിൻ മിൻ അയ്യാമിൽ ആഖിറ. ആഖിറത്തിന്റെ ആദ്യത്തെ രാത്രി, ഈ ഭൂമിയിൽ നിന്ന്, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന്റെ അവസാനത്തെ രാത്രി, അതായത് ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ അവന്റെ അവസാനത്തെ ദിവസമാണ് ഭൗതികമായ ലോകം. ആദ്യത്തെ ദിവസമാണ് ആഖിറത്തിന്റെ ലോകം. അങ്ങനെ മരണത്തിനോട് അടുത്ത് കിടക്കുന്ന സമയമാകുമ്പോ മുസ്ലില ലഹു മാലുഹു വ വലദുഹു വ അമലുഹു, അവന്റെ സമ്പത്ത് അവന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അവന്റെ സമ്പത്ത് അവന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ആ സമ്പത്തിനോട് ഇവൻ ചോദിക്കുകയാണ്, എന്റെ സമ്പത്തേ, ഇന്നി കുന്തു അലൈക ഹരീസാ, എനിക്ക് നിന്നോട് വല്ലാത്ത ആഗ്രഹമായിരുന്നു, പക്ഷേ ഷഹീഹാ, എനിക്ക് ലബ്ധമുണ്ടായിരുന്നു എന്റെ മനസ്സിന്റെ ഉള്ളിൽ. ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുമായിരുന്നില്ല. ലബ്ധ കൊണ്ട് ഞാൻ എന്റെ മനസ്സ് നിറച്ചു കളഞ്ഞു. അതുകൊണ്ട് എന്റെ അവസാനത്തെ ദിവസമാണ് ഭൗതികമായ ലോകത്ത്, എന്റെ ആഖിറത്തിന്റെ ആദ്യത്തെ രാത്രി ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് സമ്പത്തേ, ഫമാലീ മിൻ ഇൻദിക, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്കുള്ള സമ്മാനം എന്തേ എന്ന് മലക്കുകളോട്, എന്ന് ആ മനുഷ്യൻ തന്റെ മക്കളോട്, ആ സമ്പത്തിനോട് ചോദിക്കുമ്പോ, ആ സമ്പത്ത് അവന്റെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ പുടവ ഉയർത്തപ്പിടിച്ചിട്ട് പറയുകയാണ്, ഖുദ് മിന്നീ കഫനക, ഖുദ് മിന്നീ കഫനക. മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, കോടിക്കണക്കിന് സമ്പത്തുണ്ട്. ഈ സമ്പത്തിനെ അല്ലാഹു തആല ഇവന്റെ മുന്നിൽ കൊണ്ടുവരും മരിക്കുന്നതിന് മുമ്പ്. യഹൂലു ബൈന ഐനൈഹി യംനഉഹു അനിൽ ഹഖി, അവന്റെ മുഖത്ത് കറങ്ങിക്കൊണ്ടേയിരിക്കും. നെറ്റ് ബഫർ ചെയ്യുന്ന പോലെ ഇങ്ങനെ കറങ്ങി ദുബായിലുള്ള കട, അബുദാബിയിലുള്ള കട, ഷാർജയിലുള്ള കട, ഖത്തറിലുള്ള കട, സൗദിയിലുള്ള കട, മദീനയിലുള്ളത്, മക്കയിലുള്ളത്, കാസർഗോട്ടുള്ളത്, പൂച്ചക്കാട്ടുള്ളത്, ഇതെല്ലാം ഇങ്ങനെ കറങ്ങി നിൽക്കും മരിക്കുന്നത് വരെ. അങ്ങനെ ഇവൻ ചോദിക്കും, ഇവൻ ഈ സമ്പത്തിനോട് ചോദിക്കുകയാണ്, സമ്പത്തെ, നിങ്ങളിൽ നിന്ന് എന്ത് സമ്മാനമാണ് എനിക്കുള്ളത്? എത്രയെത്ര കടകളുണ്ട്, എത്രയെത്ര സമ്പത്തുണ്ട്, എത്രയെത്ര മണിമാളികളുണ്ട്, എത്രയെത്ര വാടക കെട്ടിടങ്ങളുണ്ട്. ഞാൻ മരിക്കാൻ പോവാണ്, എനിക്കെന്താ ഉള്ളത്? ഈ സമ്പത്ത് മുഴുവനും ഇവന്റെ മുന്നിൽ ഒരു വെള്ള തുണി ഉയർത്തി കാണിച്ചിട്ട് പറയുകയാണ്, ഖുദ് മിന്നീ കഫനക, നിനക്ക് പോകാനുള്ള സമ്പത്ത് ഇത് മാത്രമാണ്. 21 മുഴം വെള്ള തുണിയാണ്. 21 മുഴം വെള്ള തുണിയാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തരുന്നത്. അതല്ലാതെ ഒരു ഫോർച്യൂണറിൽ എന്റെ ഉപ്പാന്റെ മയ്യത്തൊന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നടക്കൂല. എന്റെ ഉപ്പ ബെൻസ് എടുത്തതേ ഉള്ളൂ. എന്റെ ഉപ്പ ബെൻസ് എടുത്തിട്ട് ഒരു ദിവസം യാത്ര ചെയ്തതിന് മുമ്പ് മരിച്ചുപോയി. എന്റെ ഉപ്പാന്റെ മയ്യത്ത് ബെൻസിൽ കൊണ്ടുപോകണം, നടക്കൂല. 21 മുഴം തുണി, കേവലം 10,000 2,000 റുപ്യ, 2,000 2,500 റുപ്യ, അത്രേ ഉള്ളൂ സഹോദര. നമ്മൾ മരിച്ചു പോകുമ്പോ കൊണ്ടുപോകുന്നത് ഇതേ ഉള്ളൂ, വേറെ എന്താ? എന്തുകൊണ്ട്?
അത് ആഖിറത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സമ്പത്താണ് നമ്മൾ ഇപ്പോൾ ചെലവ് ചെയ്യുന്നത്. إن مما يلحق المؤمن من عمله بعد موته وحسناته علما علمه فنشره أو مصحفا ورثه أو مسجدا بناه. ആരെങ്കിലും ഒരു മസ്ജിദ് കെട്ടിക്കൊടുത്താൽ, ഒരു മദ്രസ കെട്ടിക്കൊടുത്താൽ, ഒരു ഖുർആൻ വാങ്ങിക്കൊടുത്താൽ, ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ, ഒരു നന്മയായ ഒരു മകനെ വാർത്തെടുത്തിട്ടാണ് അവൻ മരണപ്പെട്ടു പോയതെങ്കിൽ അതവന്റെ ഖബറിലേക്ക്, അവൻ മരണപ്പെട്ടതിനു ശേഷം അവന്റെ ഖബറിലേക്ക് അതെത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ, അല്ലാഹു നമ്മുടെ സദഖകളൊക്കെ കബൂലാക്കട്ടെ. സദഖകൾ ചെയ്യ് ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ സദഖകളിലൂടെ ഒരുപാട് രോഗങ്ങൾ അല്ലാഹു പരിഹരിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് പറഞ്ഞത്. ഹബീബായ തങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്, ഏത് കാര്യത്തിനും മനസ്സമാധാനം കിട്ടാൻ ദുആ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു സദഖ ചെയ്തിട്ട് ദുആ ചെയ്താൽ മനസ്സമാധാനം കിട്ടും. അല്ലാഹു തആല خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم. നബിയേ, സമ്പത്ത് വേണം. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചെലവ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ നബിയേ. ആരാണോ സമ്പത്ത് നൽകുന്നത് ആ സമ്പത്ത് വാങ്ങിയിട്ട് ഫസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്ന സ്വലാത്തക സകനുൽ ലഹും, തീർച്ചയായും അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് സമാധാനം പകരും നബിയേ. സമാധാനം കിട്ടുന്ന ഒരു ദുആ സമാധാനം കിട്ടും, തീർച്ച ദുആ സമാധാനം കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്ന 1 രൂപയാണെങ്കിലും 10,000 രൂപയാണെങ്കിലും ആ ദുആയ്ക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സമാധാനം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കറിയോ, ഡൽഹിയിൽ ഷാഹീൻ ബാഗിൽ ദിവസം തോറും അവിടെ സമരപന്തലിൽ കഴിയുന്ന സഹോദരിമാർക്ക് അവർക്കുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സിഖുകാരൻ എങ്ങനെയാണ് 50 ദിവസത്തോളമായി അദ്ദേഹം ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. സമ്പത്ത് തീർന്നപ്പോൾ അദ്ദേഹത്തിന്റെ 3 ഫ്ലാറ്റിലെ ഒരു ഫ്ലാറ്റ് വിറ്റിട്ട് ആ പണം കൊണ്ട് അദ്ദേഹം ഭക്ഷണം കൊടുക്കുക. ഒരു അമുസ്ലിമായ സഹോദരൻ. നമ്മൾ ആലോചിച്ച് നോക്കണം, ഭക്ഷണം കൊടുക്കുന്നതിന്റെ, അതായത് സ്വതഖ ചെയ്യുന്നതിന്റെ ഗുണം അദ്ദേഹത്തിന് അറിയാം. അതറിയാം, അതിന്റെ ആ സുഖം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് സദഖകൾ ചെയ്യുന്നതിലൂടെ ഒരിക്കലും നമുക്ക് ഒന്നും നഷ്ടപ്പെടുകയില്ല, ഒരു തകർച്ചയും സംഭവിക്കുകയില്ല. അത് ചെയ്യാതെ നമ്മൾ ഇന്ന് പിടിച്ചു വെച്ചതാണ്. നമ്മൾ ഹറാമിന് വേണ്ടി പണങ്ങൾ വാരി ചെലവ് ചെയ്യുന്നു, ഹലാലിന് വേണ്ടി ചെലവ് ചെയ്യാതെ വരുമ്പോഴാണ് ഇന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകി അല്ലാഹു നമ്മളെ ഭയപ്പെടുത്തുന്നത്. അതാണ് ഏറ്റവും വലിയ ശിക്ഷകൾ. ഹലാലിന് വേണ്ടി പണം ചെലവ് ചെയ്യാതെ ഹറാമിന് വേണ്ടി പണം ചെലവ് ചെയ്യുകയാണ് ഏറ്റവും വലിയ ശിക്ഷ. അതാണ്. അല്ലാഹു നമ്മുടെ അന്ത്യം മോശമാക്കാതെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നല്ല അന്ത്യം, നല്ല മരണമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യഖ്റജു അഹദുകും മിനദ് ദുനിയാ ഹത്താ യഅലമ ഐന മസീറഹു മിനൽ ജന്നതി അവിന്നാർ. ഒരാൾ പോലും ഈ ഭൂലോകത്ത് നിന്ന് മരണപ്പെടുകയില്ല. അവന്റെ അവസാനത്തെ സമയം അവൻ സ്വർഗത്തിന്റെ അവകാശിയാണോ അതല്ല നരകത്തിന്റെ അവകാശിയാണോ, ഇത് രണ്ടാലൊന്ന് കാണാതെ ഒരാൾ മരണപ്പെടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ ആ സ്വർഗത്തിന്റെ രൂപം കണ്ടുകൊണ്ട് അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അവൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് മരണപ്പെടുക. അവന്റെ നെറ്റിത്തടം വിയർക്കുന്ന അവസ്ഥയായിരിക്കും, അവന്റെ കണ്ണീരണിയുന്ന അവസ്ഥയിലാണ് അവൻ മരണപ്പെടുന്നത്. ആ അവസ്ഥയിൽ മരണപ്പെട്ടാൽ അവന്റെ അന്ത്യം ശുഭാന്ത്യമാണ്, നല്ല അന്ത്യം, നല്ല മരണം. സ്വർഗം കണ്ടു മരിക്കാൻ ഒരു ഭാഗ്യം അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഒരാൾ മരിക്കുന്നതിന് മുമ്പ് സ്വർഗമോ നരകമോ ഈ രണ്ടാലൊന്ന് കണ്ടിട്ടേ മരിക്കൂ. അല്ലാഹുവേ, നരകം നീ കാണിക്കല്ലേ പടച്ചവരെ, നരകം നീ കാണിക്കല്ലേ പടച്ചവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, എല്ലാ ദിവസവും സുബ്ഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും 7 പ്രാവശ്യം വീതം അല്ലെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും ചുരുക്കത്തിൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് പറയണേ. എന്തിനാണ്
നരകത്തിൽ പോകാതിരിക്കാൻ. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ് 7 പ്രാവശ്യം, മഗ്രിബ് കഴിഞ്ഞ് 7 പ്രാവശ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് മഗ്രിബ് നമസ്കാരവും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലണേ. ആരെങ്കിലും ഒരാള് സുബഹി നമസ്കാരം കഴിഞ്ഞ് 1 പ്രാവശ്യം ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നരകത്തിൽ അവൻ പ്രവേശിക്കുകയില്ല. അവൻ സുബഹി കഴിഞ്ഞ് അവൻ ചൊല്ലുകയാ, അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹദിക ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي أبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ആരെങ്കിലും സുബ്ഹിക്ക് 1 പ്രാവശ്യം ചൊല്ലിയാൽ മഗ്രിബിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ ലാ യദ്ഖുലുൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ആരെങ്കിലും 1 പ്രാവശ്യം അത് ചൊല്ലിയാൽ സുബ്ഹിക്ക് മുമ്പാണ്, രാത്രി ഉറക്കിലെങ്ങാനും അവൻ മരണപ്പെട്ടു പോയാൽ ലാ യദ്ഖുലുൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല, നരകത്തിൽ പോവില്ല. സുബ്ഹിക്കും മഗ്രിബിനും സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചെയ്യണം. എന്റെ പേര് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നമ്മുടെ ഇഷ്ടംപോലെ കിതാബുകളിലൊക്കെ കാണും. അത് നിങ്ങൾ കാണാതെ പഠിക്കണം, നരകത്തിൽ പോകാതിരിക്കാൻ. അതിന്റെ വഴിയാണിത്. നരകത്തിൽ പോകാതിരിക്കാൻ നമ്മൾ കുറച്ച് കരയണം. എപ്പോഴാണ് നമ്മൾ കരയാറുള്ളത്? നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് കൊതിക്കുന്നവരല്ലേ? സ്വർഗം നമുക്ക് ഉറപ്പുണ്ടോ? സ്വർഗം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. സ്വർഗം കിട്ടിയില്ലെങ്കിൽ നരകമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും നമ്മൾ നരകത്തെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ തേടണം. ലാ യൽജുന്നാറ മൻ ബകാ മിൻ ഖശിയത്തില്ലാ. അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകളെ, ആഖിറത്തെ ഓർത്ത് കരഞ്ഞ കണ്ണുകളെ, ആ നരകത്തിന്റെ തീഗോളങ്ങളെ ഓർത്ത് കരഞ്ഞ കണ്ണുകളെ, ആ കണ്ണുകൾ നാളെ നരകം തിന്നുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ യൽജുന്നാർ, നരകം തിന്നുകയില്ല, നരകം നക്കി തുടയ്ക്കുകയില്ല, നരകത്തിൽ പ്രവേശിക്കുകയില്ല. മൻ ബകാ മിൻ ഖശിയത്തില്ലാ. അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരു മനുഷ്യൻ, ആഖിറത്തെ ഓർത്ത് പേടിച്ചിട്ട് കരഞ്ഞ ഒരു കണ്ണ്, അത് നരകത്തിൽ പോകില്ല. നബിയുനാ റസൂലുള്ളാഹി. എത്രയോ മോശമായ സദസ്സ് നമ്മൾ ഇരുന്നിട്ടുണ്ട്. 1 പ്രാവശ്യമെങ്കിലും ഇന്നെങ്കിലും രാത്രി പോയിട്ടൊന്ന് കരയണം. പഠിച്ചവനെ, ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുള്ളവനാണ്, നീ ഒന്ന് മാപ്പാക്കണം. ആ കണ്ണൊന്ന് നനയട്ടെ, ആ കണ്ണു നീറണിയട്ടെ. ഒന്ന് ദുആ ചെയ്യുമ്പോ ഒന്ന് കരയും. എന്ത് ദുആ ചെയ്യുമ്പോ കരച്ചിൽ വരാത്തത്? എന്ത് നിസ്കരിക്കുമ്പോ കരച്ചിൽ വരാത്തത്? എന്ത് സുജൂദിൽ കിടക്കുമ്പോ കരച്ചിൽ വരാത്തത്? കൽബ് കറുത്തുപോയി, പാപങ്ങൾ കേറിയിട്ട് കൽബ് കറുത്തുപോയി, കറുത്ത ഡോട്ടുകൾ വീണുപോയി നമ്മുടെ കൽബിന്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് നമുക്ക് കണ്ണുനീര് വരാത്തത്, കരച്ചില് വരാത്തത്. നമ്മൾ ദുആ ചെയ്യും, പക്ഷെ കരയാൻ കഴിയുന്നില്ല. കരയാൻ പരിശ്രമിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല, ഒരിക്കലും സാധിക്കുന്നില്ല. ആഖിറത്തെ ഓർത്ത് കരഞ്ഞ കണ്ണ് നാളെ ആഖിറത്തിൽ കരയേണ്ടി വരികയില്ല. 3 കണ്ണുകൾ ലാ തറാ അയുനുഹും നാർ, ആ 3 കണ്ണുകൾ നാളെ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആ 3 കണ്ണുകൾ നാളെ നരകം കാണുകയില്ല. ഒന്ന് ഐനുൻ ബഖത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഓർത്ത് കണ്ണുകൾ നാളെ കരയുകയില്ല. അല്ലാഹുവിനെ ഓർത്ത് ദുനിയാവിൽ കരഞ്ഞ കണ്ണേ നാളെ ആഖിറത്തിൽ ആ കണ്ണ് കരയേണ്ടി വരികയില്ല. വഅൈനുൻ ബഖത്ത് വഅൈനുൻ ഖല്ലത്ത് അൻ മഹാരിമില്ലാ, ഹറാമായ കാഴ്ചകളിൽ നിന്ന് നഊദു ബില്ലാ. ഇന്ന് മൊബൈൽ തുറന്നാൽ ഹറാമിന്റെ കാഴ്ചയല്ലേ ഞാനും നിങ്ങളും കാണുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ കണ്ണുകളെ കാക്കണേ അല്ലാ, കണ്ണുകളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ആ ഹറാമിന്റെ കാഴ്ചകളിൽ നിന്ന് തന്റെ കണ്ണിനെ ആരാണോ മൂടി വെച്ചത്, ആ കണ്ണ് നാളെ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആ കണ്ണ് നാളെ ആഖിറത്തിൽ കരയേണ്ടി വരികയില്ല. 3ാമത്തെ കണ്ണ് വഅൈനുൻ ഖറജ മിൻഹാ മിസ്ലു റഅസി സുബാബി മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയന്നിട്ട് ഒരു ഈച്ചയുടെ തലയുടെ അളവോളം കണ്ണുനീരാരാണോ ഈ
ദുനിയാവിൽ ഇറ്റിക്കുന്നത്. അവന്റെ കണ്ണിൽ നിന്ന് ഒരു ഡോട്ട് കണ്ണുനീര് മാത്രമാണ് വന്നത്. ഏകദേശം ഒരു ഈച്ചയുടെ, ഏകദേശം ഒരു കൊതുകിന്റെ തലയുടെ അളവോളമാണ് അവന്റെ കണ്ണ് ഈറനണിഞ്ഞതെങ്കിൽ ആ കണ്ണം നാളെ ആഖിറത്തിൽ കരയേണ്ടി വരികയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ 3 കണ്ണ് നാളെ ആഖിറത്തിൽ കരയൂല, ദുനിയാവിൽ വെച്ച് കരയണം. ഒന്ന് അല്ലാഹയെ ഓർത്ത് കരയണം, ഹറാമിൽ നിന്ന് അടച്ചു പിടിക്കണം. 3 അല്ലാഹുവിനെ ഭയന്ന്, അവന്റെ ശിക്ഷയെ ഭയന്ന് ഒരു കൊതുകിന്റെ അളവോളം കണ്ണുനീര് മതി. ദിവസം തോറും കരയണം സുഹൃത്തുക്കളെ. നബി തങ്ങൾ അങ്ങനെ കരഞ്ഞു. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഇലാഹി മാ ജസാഉ മൻ ബകാ മിൻ ഖശിയതിക. അല്ലാഹുവിനോട് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഒരാളുടെ മുഖത്തിൽ നിന്ന് കണ്ണീരനണിഞ്ഞ് ധാരധാരയായി കണ്ണുനീര് താഴേക്ക് വഴിയുകയാണ്. നിന്നെ ഓർത്തുകൊണ്ടാണ് പടച്ചവനെ, നിന്റെ ശിക്ഷയെ ഓർത്തുകൊണ്ടാണ് പടച്ചവനെ. അല്ലാഹുവേ, യസീലു ഐനൈഹി അലാ വജനതൈഹി. അവന്റെ 2 ഭാഗത്തു നിന്ന് കണ്ണ് ഈറനണിയുകയാണ്, കണ്ണുനീര് താഴേക്ക് വീഴുകയാണ്. മാ ജസാഉ മിൻ ഖശിയതിക യാ അല്ലാഹ്. ഇലാഹി പടച്ചവനെ, ആ കണ്ണ് ഈറനണിയുന്നതിന്റെ പേര് നിന്റെ ഭാഗത്തു നിന്നുമുള്ള കൂലി എന്താണ് അല്ലാഹ്? അല്ലാഹു തആല, അല്ലാഹു തആല മറുപടി കൊടുക്കുകയാണ്, അൻഉഹരിമ ഐനൈഹി അൽഫിന്നാർ. അവന്റെ കണ്ണ് നാളെ നരകം നക്കി തുടയ്ക്കുന്നതിൽ നിന്ന് അവന്റെ കണ്ണുകളെ ഞാൻ സംരക്ഷിക്കുമെന്ന്, അവന്റെ കണ്ണുകളെ ഞാൻ കാത്തുകൊള്ളുമെന്ന്, അവന്റെ കണ്ണുകൾ നരകം തിന്നുന്നതിൽ നിന്ന് ഞാൻ അവന്റെ കണ്ണുകളെ ഹറാമാക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദാവൂദ് നബിക്ക് മറുപടി പറയുകയാണ്. അതുകൊണ്ട് കരയണേ, അതുകൊണ്ട് കരയണേ. ആ നരകത്തിൽ പോകാതെ നമ്മുടെ കണ്ണ് ഒന്ന് ഇറനണിയിക്കണേ. വേറെ മാർഗമില്ല. ഒത്തിരി തെറ്റുകൾ ചെയ്തവരാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. ചെവി കൊണ്ട് എത്ര തെറ്റ, എത്ര ഫിത്നയും ഫസാദും നമ്മൾ കേൾക്കുന്നത്. ولا تخف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ചെവി കൊടുക്കരുതേ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിന്റെ കാതുകളെ കുറിച്ച്, നിന്റെ കണ്ണുകളെ കുറിച്ച്, നിന്റെ ഹൃദയങ്ങളെ കുറിച്ച് നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും. നിന്റെ കണ്ണ് എന്തെല്ലാം കണ്ടിട്ടുണ്ട്, നിന്റെ കാതുകൾ എന്തെല്ലാം കേട്ടിട്ടുണ്ട്, നിന്റെ ഹൃദയങ്ങൾ എന്തെല്ലാം ഒളിപ്പിച്ചു വെച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇതിനെ കുറിച്ചെല്ലാം നാളെ ആഖിറത്തിൽ ചോദ്യമുണ്ടാകുമെന്ന് ഖുർആൻ.